ഒരുമയുടെ പൂക്കാലത്തെ വരവേറ്റ് മുംബൈ മലയാളികളും 3 മാസം നീണ്ടു നിൽക്കുന്നതാണ് മഹാനഗരത്തിലെ ഓണാഘോഷങ്ങൾ. വിവിധ മലയാളി സംഘടനകളും സമാജങ്ങളും ചേർന്നൊരുക്കുന്ന ആഘോഷ പരിപാടികളിൽ ഇതര ഭാഷക്കാരും പങ്കെടുക്കുന്നു. പ്രതീക്ഷയുടെ പൂമണവുമായി മുംബൈയിൽ മറ്റൊരു ഓണക്കാലത്തിന് തുടക്കമായി. ഇനിയുള്ള 3 മാസക്കാലം മുംബൈയിലും പ്രാന്തപ്രദേശങ്ങളിലും ഓണാഘോഷങ്ങളുടെ ആരവങ്ങളുയരും. മുംബൈയിൽ ലളിതമായ ഒത്തുചേരലുകളും കലാവിരുന്നുകളുമായാണ് ഇക്കുറി ഓണാഘോഷങ്ങൾക്ക് തുടക്കമിടുന്നത്. വിവിധ മലയാളി സംഘടനകളും സമാജങ്ങളും ചേർന്നൊരുക്കുന്ന ആഘോഷ പരിപാടികളിൽ ഇതര ഭാഷക്കാരും പങ്കെടുക്കുന്നു. പരമ്പരാഗത വേഷത്തിലെത്തി അത്തപ്പൂക്കളത്തിൽ നിലവിളക്ക് കൊളുത്തി മാവേലിയെ വരവേൽക്കുന്നു. വയനാട് മനസ്സിലൊരു നോവായി നിൽക്കെയാണ് വിപുലമായ ആഘോഷ പരിപാടികൾ ഒഴിവാക്കി മുംബൈയിലെ മലയാളി കൂട്ടായ്മകൾ ഓണത്തെ വരവേൽക്കുന്നത്. ഞങ്ങളാൽ കഴിയുന്ന ഒരു തുക ഈ ഡൊംബിവിലി ടാക്കൂർലി കല്യാൺ കൂട്ടായ്മയുടെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നെ ഈ സംഖ്യ ഞങ്ങൾ അയച്ചു കൊടുക്കുന്നതാണ്. കേരളത്തിന്റെ തനത് കലകൾക്കൊപ്പം ചുവടുകൾ വെച്ച് പുതിയ തലമുറയും ജന്മനാടിന്റെ സംസ്കാരത്തെ മറുനാട്ടിലും ആഘോഷമാക്കുന്നു. മഹാരാഷ്ട്രൻസ് ആവട്ടെ, ഗുജറാത്തീസ് ആവട്ടെ, മാർവാഡീസ് ആവട്ടെ, അങ്ങനെ എല്ലാ ജാതി മത ഭേദമന്യേ എല്ലാ കുട്ടികൾക്കും നമ്മളുടെ കൾച്ചറൽ കലകളോട് ഭയങ്കര താല്പര്യമാണ്. തിരുവാതിരക്കളി ആവട്ടെ, അല്ലെങ്കിൽ ഒരു മോഹിനിയാട്ടം ആവട്ടെ. ഇപ്പം നമ്മുടെ കുട്ടികളെക്കാട്ടിലും കൂടുതൽ മറ്റുള്ള ആൾക്കാരാണ് ഇത് പഠിച്ചു വരുന്നത്. തിരക്കിനിടയിലും മാസങ്ങൾ നീണ്ട ഓണാഘോഷത്തിന്റെ തയ്യാറെടുപ്പുകൾക്കായി ഇവരെല്ലാം സമയം കണ്ടെത്തുന്നു. ഇവിടുത്തെ ബോംബെയിലെ മലയാളികൾക്ക് ഓണം വരുവാന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. അപ്പം നമ്മളൊരു 2-3 മാസം മുമ്പേ തുടങ്ങും. ഇത്ര ബിസി ഷെഡ്യൂളിലും സാറ്റർഡേ സൺഡേ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ടൈം വി ഫൈൻഡ് ഔട്ട്. വിവിധ ഫ്ളാറ്റുകളിലെ ഇതര ഭാഷക്കാരായ കുടുംബാംഗങ്ങളെയും കൂടെ ചേർത്താണ് ആഘോഷങ്ങൾ. വൈവിധ്യമാർന്ന കലാപരിപാടികൾ ആസ്വദിച്ചും മാവേലിയോടൊപ്പം സെൽഫി എടുത്തും അതിഥികൾക്കും ആവേശമായി ഓണാഘോഷം. മഹാനഗരത്തിലെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും മുംബൈ മലയാളികൾക്ക് ഒത്തുകൂടാനും ജന്മനാടിൻ്റെ സംസ്കാരവും പൈതൃകവും പുതിയ തലമുറയ്ക്ക് പകർന്നാടാനുമുള്ള അപൂർവ അവസരമാണ് ഇത്തരം ആഘോഷങ്ങൾ. ആഘോഷങ്ങളുടെ നഗരത്തിൽ നിന്ന് പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.